ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇതെന്താണെന്നല്ലേ, ഇത് പപ്പായ അല്ലെങ്കിൽ കൊപ്പക്കായ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ പശ കളയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. പിന്നെ പുറത്ത് നിറച്ചിങ്ങനെ പശ വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ പപ്പായ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. ഇനി നമുക്കിത് മുറിക്കാം. ഇത് നന്നായി മൂത്തിട്ടുള്ള ഒരു പപ്പായയാണ്. അപ്പോൾ നമുക്കിതിന് അധികം പഴുപ്പ് പാടില്ല. ഇത് ചുവന്ന് വന്നിട്ടുള്ള ഒരു പാകമാണ് നമുക്കിതിൽ നല്ലത്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. ഇതേപോലെ നമ്മൾ കുരെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊലിയും കൂടിയും കളഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് അരിയണത്. തീരെ കനം കുറച്ച് അരിയണവർക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. എനിക്ക് പക്ഷേ ഇങ്ങനെ അരിയേണ്ടതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പഴുപ്പ് കൂടിയ ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം നുറുക്കി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. ഇതേപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് ചിരകി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഇത് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അപ്പോൾ ഞാനിതിവിടെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ തേങ്ങ നരച്ചത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ചത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി കിട്ടണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് പഴുപ്പ് തുടങ്ങിയേക്കണ കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങയെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ അധികം തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് വേണം അരയ്ക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് നന്നായി ഒന്ന് കട്ടകളൊക്കെ ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഈ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റുള്ള മധുര പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പപ്പായ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.